പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയിൽ കേരള ഗവർണൻസിന്റെ ഭാഗമായ സബ്ജക്റ്റ് ആണ്. അതിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം നമ്മൾ കേരളത്തിന്റെ കാർഷിക മേഖലയെ കുറിച്ചാണ് പഠിച്ചുറപ്പിക്കുന്നത്. കേരളത്തിലെ കാർഷിക മേഖലയെ കുറിച്ച് പഠിച്ചാലോ? കേരളത്തിന്റെ കാർഷിക മേഖല. കേരളത്തിന്റെ ആകെ വിസ്തൃതിയിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് 52.13% മാത്രം. അപ്പൊ കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ 52.13% എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. കാർഷിക ആവശ്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവയെല്ലാം നെൽവേലികളാണോ? അങ്ങനെ പറയുന്നില്ല. നെൽവേലാകാം, കരഭൂമിയാകാം. കാരണം കരയിൽ കൃഷി ചെയ്യുന്നില്ലേ? കുന്നൻ പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നില്ലേ? ഉണ്ട്. ഓക്കെ, അവയെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. സംശയം ഉണ്ടാകരുത് എന്നതുകൊണ്ടാണ് ഞാൻ അക്കാര്യം എടുത്ത് പറയുക. എല്ലാം നെൽവേല എന്നല്ല അതിന്റെ അർത്ഥം. മറിച്ച് എന്താണ്? കാർഷിക, അതായത് കൃഷി ചെയ്യുന്ന ഭൂമി, ആകെ ഭൂവിസ്തൃതിയുടെ കൃഷി ചെയ്യുന്ന ഭൂമി എന്ന് പറയുന്നത് എത്ര ശതമാനമാണ്? 52.13%. കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ തെങ്ങ് ഒന്നാം സ്ഥാനത്താണ്. ആകെ കൃഷി ചെയ്യുന്നതിൽ 29.3% ഭൂമി എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുക? തെങ്ങ് കൃഷി. റബ്ബർ കൃഷിക്ക് ഉപയോഗിക്കുന്നത് 21.28%. നെൽകൃഷിക്ക് ഉപയോഗിക്കുന്നത് 7.37%. അപ്പൊ കേരളത്തില് ആകെ 52.13% മാത്രമേ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ 29.3% തെങ്ങ് കൃഷിക്ക് വേണ്ടി, റബ്ബർ കൃഷിക്ക് വേണ്ടി 21.28%, നെൽകൃഷിക്ക് വേണ്ടി 7.37% വിനിയോഗിക്കുക. നെൽവേൽ കൃഷിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാടാണ്. നെൽവേൽ കൃഷിയിലും നെല്ലുൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ള ജില്ല പാലക്കാടും രണ്ടാം സ്ഥാനത്തുള്ള ജില്ല ആലപ്പുഴയുമാണ്. നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ? സ്വാഭാവികം, നമുക്ക് അറിയാവുന്നതാണ്. പാലക്കാട് എന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ജില്ലയാണ്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിനാണ് കൂടുതൽ പ്രാധാന്യം അല്ലെ? അപ്പൊ നെൽവേൽ കൃഷിയിലും നെല്ലുൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത് പാലക്കാട് ജില്ലയാണ്. രണ്ടാം സ്ഥാനത്തുള്ളത് ആലപ്പുഴ ജില്ലയും. ഒന്നാം സ്ഥാനത്ത് പാലക്കാട്, രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ. അടുത്ത് പറയുന്നു, നെൽ കൃഷിയുടെ ആകെ വിസ്തൃതിയിൽ 43% മുണ്ടകൻ കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുക. 43% എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക? മുണ്ടകൻ കൃഷിക്കാണ് പ്രാധാന്യം കൊടുക്കുക. കേരളത്തില് പൊതുവായിട്ട് എത്ര തരത്തിലുള്ള കാർഷിക മേഖലയുണ്ട് എന്ന് ചോദിച്ചാൽ 3 തരത്തിലുള്ള കാർഷിക കാലയളവുണ്ട്. നെൽകൃഷിക്ക് പൊതുവായിട്ട് 3 കാർഷിക മേഖലയുണ്ട് അല്ലെ? ഖാരിഫ്, സെയ്ദ് എന്നൊക്കെ നമ്മൾ അറിയും അല്ലെ? ശരിയല്ലേ? എന്നാൽ നെൽകൃഷിക്ക് 3 കാലഘട്ടമുണ്ട്. ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയാം എന്നാണ് ഞാൻ കരുതി. ആണോ? അറിയാമോ? യെസ്. അപ്പൊ പ്രധാനപ്പെട്ട 3 കാലഘട്ടമുണ്ട് നെൽകൃഷിക്ക്. എന്തൊക്കെയാണ്? മുണ്ടകനുണ്ട് അല്ലെ? അത് ഈ സ്ലൈഡിൽ തന്നെയുണ്ട്. മുണ്ടകനുണ്ട്, പുഞ്ചയുണ്ട് അല്ലെ? മുണ്ടകനുണ്ട്, പുഞ്ചയുണ്ട്, പിന്നെ വിരിപ്പുണ്ട്. ആണോ? യെസ്. ഈ വിരിപ്പെന്ന് പറയുന്നത് ഏപ്രിലിൽ ആരംഭിച്ച് ഒക്ടോബറിൽ വിളവെടുക്കുന്ന മഴക്കാല കൃഷിയാണ്. വേനൽ മഴയുടെയും തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെയും സഹായത്താലാണ് വിരിപ്പ് എന്ന കൃഷി ചെയ്യുക. മുണ്ടകൻ എന്ന് പറയുമ്പോൾ മഴക്കാലഘട്ടം തീർന്നതിന് ശേഷം, അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്കിഴക്കൻ മൺസൂണും തീർന്നതിന് ശേഷം ഒക്ടോബറിൽ വിളവിറക്കി ഫെബ്രുവരിയിൽ വിളവിറക്കുന്ന ശീതകാല കൃഷി, അതാണ് മുണ്ടകൻ എന്ന് പറയുക. പുഞ്ച കൃഷി എന്ന് പറയുമ്പോൾ ഡിസംബറിൽ ആരംഭിച്ച് ഏപ്രിൽ അവസാനിക്കുന്ന വേനൽക്കാല കൃഷിയാണ്. അപ്പൊ വിരിപ്പെന്ന് പറയുന്നത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാല കൃഷി. മുണ്ടകൻ എന്ന് പറയുമ്പോൾ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാല കൃഷി, അഥവാ രണ്ടാം വിള എന്ന് നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. പിന്നെ പുഞ്ച കൃഷി
ഡിസംബർ മുതൽ ഏപ്രിൽ വരെ ഇത് വേനൽക്കാല കൃഷിയാണ്. പുഞ്ചകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. കേരളത്തിൽ പൊതുവായി നെൽകൃഷി വിസ്തൃതിയുടെ 43% മുണ്ടകൻ കൃഷിയാണ് ചെയ്യുക അഥവാ മഴക്കാല കൃഷിയാണ് ചെയ്യുക. മുണ്ടകൻ കൃഷി അഥവാ മഴക്കാല കൃഷിയാണ് ചെയ്യുക എന്ന കാര്യം ഓർമ്മിക്കാം. ഈ മുണ്ടകനെ രണ്ടാം വിള എന്നാണ് മറ്റൊരു വിധത്തിൽ വിളിക്കുക. കാരണം വർഷത്തിൽ രണ്ടാമത് ആരംഭിക്കുന്ന അർത്ഥത്തിൽ. ഓക്കെ, ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള മഴക്കാല കൃഷിയാണ് വിരിപ്പ് അഥവാ ഒന്നാം വിള. ഒക്ടോബറിൽ വിളവിറക്കി ഫെബ്രുവരിയിൽ വിളവെടുക്കുന്ന മുണ്ടകനാണ് രണ്ടാം വിള അല്ലെങ്കിൽ ശീതകാല കൃഷി എന്നറിയപ്പെടുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ശീതകാല കൃഷിയാണ് എന്ന കാര്യം ഓർമ്മിക്കുവാനായിട്ട് ശ്രമിക്കുക, മറക്കരുത്. ഇനി അടുത്ത നമ്മൾ പറയുന്നു, തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. എന്നാൽ ഉൽപാദനക്ഷമതയിൽ ഒന്നാം സ്ഥാനത്താണ് ആന്ധ്രാപ്രദേശ്. തെങ്ങ് കൃഷി ചെയ്യുന്ന വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം കേരളമാണെങ്കിലും കേരളത്തിലെ തെങ്ങുകൾക്ക് ഉൽപാദനക്ഷമത കുറവാണ്. തെങ്ങിന്റെ തേങ്ങയുടെ ഉൽപാദനക്ഷമതയില് ഒന്നാം സ്ഥാനത്ത് ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല നേരത്തെ കോഴിക്കോടായിരുന്നു. ഇപ്പൊ അതെന്തായിട്ട് മാറി? മലപ്പുറമായിട്ട് മാറി. നേരത്തെ എന്തായിരുന്നു? കോഴിക്കോടായിരുന്നു. ഇപ്പൊ എന്തായിട്ട് മാറി? മലപ്പുറമായിട്ട് മാറി. നാളികേര സമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാളികേര മിഷൻ. ഓക്കെ, അന്തർദേശീയ നാളികേര ദിനം അല്ലെങ്കിൽ തെങ്ങ് ദിനം എന്ന് പറയുന്നത് സെപ്റ്റംബർ 2 എന്ന കാര്യം കൂടെ മനസ്സിലുണ്ടാവട്ടെ കേട്ടോ. സെപ്റ്റംബർ 2 നാളികേര ദിനം എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ കേര ദിനം എന്ന് പറയുന്നത്. ഇവിടെ നാളികേര സമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാളികേര മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. നാളികേര മിഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഓർമ്മിച്ചേക്കാമോ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാർഷിക വിള ഏത് എന്ന് ചോദിച്ചാൽ തെങ്ങ് പറയാം. രണ്ടാം സ്ഥാനത്ത് റബ്ബറാണ്. മൂന്നാം സ്ഥാനത്താണ് എന്തുള്ളത്? നെൽകൃഷിയുള്ളത്. മൂന്നാം സ്ഥാനത്താണ് എന്തുള്ളത്? നെൽകൃഷിയുള്ളത്. ഓക്കെ, അതിൽ തന്നെ നെൽകൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് 3 നെൽകൃഷി കാലഘട്ടമുണ്ട്: വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച. അതിൽ രണ്ടാം വിളയായ മുണ്ടകൻ അത് ഒക്ടോബർ മാസം വിളവിറക്കി ഫെബ്രുവരിയിൽ വിളവെടുക്കുന്ന മുണ്ടകൻ കൃഷിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ആകെ നെൽകൃഷിയുടെ 43% എന്താണ്? മുണ്ടകനാണെന്ന് പറയാം. പൂർണ്ണമായിട്ട് ഇസ്ലാം റിവിഷൻ ചെയ്താലോ? കേരളത്തിലെ ആകെ വിസ്തൃതിയിൽ കൃഷി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് 52.13%. കേരളത്തിൽ കൃഷി ചെയ്യുന്ന വിളകളിൽ തെങ്ങാണ് ഒന്നാം സ്ഥാനം, 29.3%. റബ്ബർ 21.28%. നെല്ല് 7.37%. നെൽവേലി കൃഷിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത് പാലക്കാടാണ്. രണ്ടാം സ്ഥാനത്ത് ആലപ്പുഴ. നെൽകൃഷിയുടെ വിസ്തൃതിയുടെ 43% മുണ്ടകൻ കൃഷിയാണ്. തെങ്ങ് കൃഷിയുടെ വിസ്തൃതിയിൽ ഒന്നാം സ്ഥാനം കേരളമാണ്. ഉൽപാദനക്ഷമതയിൽ മുന്നിൽ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല മലപ്പുറമാണ്. നാളികേര സമ്പത്ത് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നാളികേര മിഷൻ എന്ന പേരിൽ അറിയപ്പെടുക. കുരുമുളകിന്റെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് കർണാടക സംസ്ഥാനവും രണ്ടാം സ്ഥാനത്ത് കേരളവുമാണ്. കുരുമുളകിന്റെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനം കർണാടകയും രണ്ടാം സ്ഥാനം കേരളവുമാണ് എന്ന കാര്യം ഓർമ്മിക്കാം. ക്ലിയർ ആണേ? മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. യെസ്. അടുത്ത് പറയുന്നു, കേരളത്തിൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂരാണ്. കൂടുതൽ കശുവണ്ടി വ്യവസായ യൂണിറ്റുകൾ ഉള്ളത് കൊല്ലം ജില്ലയിലാണ്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കാരണം കശുവണ്ടി ഉൽപ്പാദിപ്പിച്ചാൽ അത് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ കാഷ്യൂ നട്ട്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അത് ചെയ്യുന്നത് കൊല്ലത്താണ്. അവിടെ നിന്നാണ് പിന്നെ കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാർഷിക മേഖലയിൽ പഠിക്കുമ്പോൾ 3 കാര്യങ്ങളോട് പഠിക്കും. കേരളത്തിലെ കേരള സംസ്ഥാന കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം. കേരളത്തിലെ കേന്ദ്ര കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, അതായത് കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മടക്കത്തറ തൃശൂർ. ഇത് ആനക്കയം മലപ്പുറം ജില്ലയിലാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കേന്ദ്ര കശുവണ്ടി ഗവേഷണ കേന്ദ്രം മടക്കത്തറ തൃശൂർ. കേരളത്തിലെ
കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രം. കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്, കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയാണ്. മറക്കരുതേ, മൂന്നും മറന്നു പോകരുത്. ജസ്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കശുവണ്ടി ഗവേഷണ കേന്ദ്രം, കേരള സംസ്ഥാന കശുവണ്ടി ഗവേഷണ കേന്ദ്രം മലപ്പുറം ജില്ലയിലെ ആനക്കയം. കേന്ദ്ര കശുവണ്ടി ഗവേഷണ കേന്ദ്രം തൃശൂർ ജില്ലയിലെ മടക്കത്തറ. കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രം കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഐരാപുരത്താണ്. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയോ? കോട്ടയവും. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഐരാപുരം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് കോട്ടയവുമാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. രണ്ടാം സ്ഥാനത്ത് കേരളമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയോ? വയനാടാണ് എന്ന കാര്യം ഓർമ്മിക്കുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയാണെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല എന്ന് പറയുന്നത് വയനാടാണ്. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ ഈ സ്ലൈഡ്. കുരുമുളകിന്റെ വിസ്തൃതിയിലും ഉൽപാദനത്തിലും ഒന്നാം സ്ഥാനം കർണാടക സംസ്ഥാനമാണ്. രണ്ടാം സ്ഥാനം കേരളവും. ഓക്കെ, പിന്നെ നമ്മൾ പറയുന്നു ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കണ്ണൂർ. കണ്ണൂരിൽ ഉൽപാദനം മാത്രമേ ഉള്ളൂ, കൃഷി മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ കൊണ്ടുവരും? കൊല്ലത്ത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി വ്യവസായ യൂണിറ്റുകൾ അല്ലെങ്കിൽ കശുവണ്ടി ഫാക്ടറികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലാണ്. ലോകത്തിന്റെ കശുവണ്ടി തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കൊല്ലം തന്നെ. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ ഐരാപുരം. ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയമാണ്. ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം കർണാടകയും രണ്ടാം സ്ഥാനത്ത് കേരളവും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാടാണ്. കേരള സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയമാണ്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശൂർ ജില്ലയിലെ മടക്കത്തറയാണ്. ഓക്കെ, പിന്നെ പറയുന്നു കശുമാവ് കൃഷി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര. മറക്കില്ലല്ലോ. അടുത്ത് നമുക്ക് പഠിക്കാം. യെസ്, അടുത്ത് പഠിക്കുന്നു കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ മത്സ്യഫെഡ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് അഥവാ മത്സ്യഫെഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1984 മാർച്ച് മാസം 19-ാം തീയതി. മത്സ്യഫെഡ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് എന്നാണ്? 1984 മാർച്ച് മാസം 19-ാം തീയതി. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. മത്സ്യബന്ധന മേഖലകളിലെ പ്രാഥമിക തലത്തിലുള്ള ക്ഷേമ സൊസൈറ്റികളുടെ ഒരു അപെക്സ് ഫെഡറേഷൻ ആണ് മത്സ്യഫെഡ്. അതായത് മത്സ്യത്തൊഴിലാളികള് പ്രാഥമിക സഹകരണ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. ആ പ്രാഥമിക സഹകരണ സംഘങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവയ്ക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ചിട്ടുള്ള ഒരു അപെക്സ് ഫെഡറേഷൻ, ഉന്നത സമിതിയാണ് എന്ന പേരിൽ അറിയപ്പെടുക മത്സ്യഫെഡ് അഥവാ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മത്സ്യഫെഡ് അഥവാ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ ഫോർ ഫിഷറീസ് ഡെവലപ്മെന്റ് ലിമിറ്റഡ് സ്ഥാപിതമായത് 1984 മാർച്ച് 19, ആസ്ഥാനം തിരുവനന്തപുരം.
മത്സ്യബന്ധന മേഖലയിലെ പ്രാഥമിക തലത്തിലുള്ള ക്ഷേമ സൊസൈറ്റികളുടെ ഒരു അപെക്സ് ഫെഡറേഷൻ. അടുത്ത് പറയുന്നു സുഭിക്ഷ കേരളം. സുഭിക്ഷ കേരളം പദ്ധതിയാണ് നമ്മൾ ഇനി പഠിക്കുന്നത് കേട്ടോ. ഭക്ഷ്യവിളകളുടെ വിസ്തൃതി, ഉൽപാദനം, ഭക്ഷ്യവിളകളുടെ വിസ്തൃതി, ഉൽപാദനം, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷ കേരളം. ഓക്കെ, ഭക്ഷ്യവിളകളുടെ വിസ്തൃതി, ഉൽപാദനം, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ, കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ കേട്ടോ, തരിശു നിലങ്ങളിൽ എന്നാണ്, കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ, തരിശ് നിലങ്ങളിൽ പ്രധാനമായും നെല്ല്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ, തിനകൾ എന്നിവ കൃഷി ചെയ്യുന്ന സംവിധാനമാണ് സുഭിക്ഷ കേരളം പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. കൃഷിയോഗ്യമായ തരിശ് നിലങ്ങളിൽ പ്രധാനമായും നെല്ല്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, തിനകൾ എന്നീ വിളകളുടെ കൃഷി. അതായത് ഈ കൃഷിയോഗ്യമായ തരിശു നിലങ്ങൾ എന്ന് പറയുന്നത് ശരിയാണോ സാറേ? ഈ തരിശുഭൂമി എന്ന് പറഞ്ഞാൽ എന്താ? വർഷത്തിൽ 25 സെന്റിമീറ്ററിനേക്കാൾ കുറവ് മഴ ലഭിക്കുന്ന ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ തരിശു നിലങ്ങൾ എന്ന് പറയുന്നത്. വർഷത്തിൽ 25 സെന്റിമീറ്റർ മുതൽ 50 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് അർദ്ധ തരിശുഭൂമി എന്നാണ്. അർദ്ധ തരിശു നിലങ്ങൾ. തരിശു നിലങ്ങളോ അർദ്ധ തരിശു നിലങ്ങളോ മണ്ണ് കൊണ്ട് ചിലപ്പോ കൃഷി ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ഇല്ലാത്ത എന്താ? വെള്ളം മാത്രം. അപ്പൊ അവിടെ വെള്ളം എത്തിച്ചു കഴിഞ്ഞാൽ, ജലസേചനം നിർവഹിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ? കൃഷി ചെയ്യാമെന്ന്. മനസ്സിലായോ? അത്രയേ ഉള്ളൂ. കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ പ്രധാനമായും നെല്ല്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, തിനകൾ എന്നിവയെ ചെയ്യുന്ന കൃഷി എന്നീ വിളകളുടെ കൃഷിയിലൂടെ എന്ത് ചെയ്യുക? ഭക്ഷ്യ സ്വയം പര്യാപ്തത വരിക്കുക എന്നതാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത് പറയുന്നു വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം, VFPCK എന്ന് നമ്മൾ ചുരുക്കി പറയാറുണ്ട്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള, VFPCK. വാണിജ്യ തലത്തിൽ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ വിത്ത് മുതൽ വിപണനം വരെ സുസ്ഥിരത നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. വാണിജ്യ തലത്തിൽ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെ ഉൽപാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ വിത്ത് മുതൽ വിപണനം വരെ സുസ്ഥിരത നേടാൻ, അതായത് സ്വയം പര്യാപ്തത നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോട് രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. അതായത് കർഷകരിൽ നിന്ന് നേരിട്ട് ഇവര് അവരുടെ വിളവ് ഏറ്റെടുക്കുകയും പച്ചക്കറികളും പഴങ്ങളും ഏറ്റെടുക്കുകയും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സൗകര്യമൊരുക്കുകയും ചെയ്യും. അതാണ് ഉദ്ദേശിക്കുന്നത്. മിക്കവാറും ഗ്രാമീണ പ്രദേശത്തൊക്കെ നിങ്ങൾക്ക് VFPCKയുടെ ഔട്ട്ലെറ്റ് ഒക്കെ കാണാനായിട്ട് കഴിയും. കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് VFPCK അഥവാ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം. കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർച്ചയായി 2001 എന്ത് രൂപീകരിക്കപ്പെടുന്നത്? VFPCK രൂപീകരിക്കപ്പെടുക. കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർച്ചയായി 2001 വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അഥവാ VFPCK സ്ഥാപിതമാകുന്നത്. കേരളം ഒന്ന് റിവിഷൻ ചെയ്യാം. സുഭിക്ഷ കേരളം ഭക്ഷ്യവിളകളുടെ വിസ്തൃതി, ഉൽപാദനം, ഉൽപാദനക്ഷമത എന്നിവ വർദ്ധിപ്പിച്ച് ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി. കൃഷിയോഗ്യമായ തരിശു നിലങ്ങളിൽ പ്രധാനമായും നെല്ല്, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, തിനകൾ എന്നീ വിളകളുടെ കൃഷി. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളം വാണിജ്യ തലത്തിൽ പഴവർഗ്ഗങ്ങളുടെയും പച്ചക്കറികളുടെയും ഉത്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ വിത്ത് മുതൽ വിപണനം വരെ സുസ്ഥിരത നേടാൻ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനം. കേരളത്തിലെ കാർഷിക ഉൽപ്പന്ന കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സംസ്ഥാനതല നോഡൽ ഏജൻസിയാണ് VFPCK എന്ന് പറയുന്നത്. കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർച്ചയായി 2001 സ്ഥാപിതമായി. കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർച്ചയായി എന്നാണ് സ്ഥാപിതമായത്? 2001.
അപ്പോൾ VFPCK സ്ഥാപിതമായത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറക്കരുത്. എന്നാണ് സ്ഥാപിതമായത്? 2001-ലാണ്. മറക്കില്ലല്ലോ. യെസ്. അടുത്ത പഠിക്കാം. അടുത്ത് പറയുന്നു, കേരളത്തിലെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനായി നിലവിൽ വരുന്ന കൃഷി മന്ത്രി ചെയർമാനായിട്ടുള്ള സംരംഭമാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാപ്കോ. കേരളത്തിലെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നിലവിൽ വരുന്ന കൃഷി മന്ത്രി ചെയർമാനായിട്ടുള്ള സംരംഭമാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാപ്കോ. കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമായത് 2005-ലാണ്. കേരള സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമായതെന്നാണ് 2005-ലാണ്. മറന്നു പോകരുത്. നമ്മൾ പറഞ്ഞു കേരള ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ തുടർച്ചയായി 2001-ൽ VFPCK സ്ഥാപിതമായി. എന്നാൽ കേരള ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമാകുന്നത് സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമാകുന്നത് 2005-ലാണ്. മാറിപ്പോകല്ലേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ഇപ്പോൾ പറഞ്ഞത് കേരളത്തിലെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനായി നിലവിൽ വരുന്ന കൃഷി മന്ത്രി ചെയർമാനായിട്ടുള്ള സംരംഭമാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാപ്കോ. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രൂപീകരിച്ചത് 2005-ലാണ്. കന്നുകാലികളുടെ മരണമോ വൈകല്യമോ മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടപരിഹാര ഇൻഷുറൻസ് ആണ് ഗോ സമൃദ്ധി എന്ന പേരിൽ അറിയപ്പെടുക. കന്നുകാലികളുടെ മരണമോ വൈകല്യമോ മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടപരിഹാര ഇൻഷുറൻസ് പദ്ധതിയാണ് ഗോ സമൃദ്ധി എന്ന പേരിൽ അറിയപ്പെടുക. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ GIS അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് വികസിപ്പിച്ച പദ്ധതിയാണ് ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുക. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ സംബന്ധിച്ച വിവരങ്ങൾ GIS അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് വികസിപ്പിച്ച പദ്ധതിയാണ് ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങൾ ഓർമ്മിക്കുക, ഗോസമൃദ്ധിയും ഭൂമികയും. ഒന്ന് റിവിഷൻ ചെയ്താലോ? കന്നുകാലികളുടെ മരണമോ അല്ലെങ്കിൽ വൈകല്യമോ മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടം പരിഹരിക്കാനുള്ള ഇൻഷുറൻസ് ആണ് ഗോസമൃദ്ധി. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ, പൂർണ്ണമായ വിവരങ്ങൾ GIS അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് വികസിപ്പിച്ച പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുക? ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കയർ മേഖലയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കയർ മേഖലയാണ്. കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സഹായക സ്ഥാപനമാണ് കയർ വികസന ഡയറക്ടറേറ്റ്. ഓക്കെ, അപ്പൊ കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കയർ മേഖലയാണ്. കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സഹായക സ്ഥാപനമാണ് കയർ വികസന ഡയറക്ടറേറ്റ്. കയർ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനും വികസനത്തിനുമായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചത് കയർ ബോർഡ്. 1954 ആസ്ഥാനം കൊച്ചി. ചെറുകിട കയർ നിർമ്മാതാക്കൾക്ക് നിർമ്മാണത്തിലും വിപണനത്തിലും സഹായം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ. കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ രൂപീകരിക്കപ്പെട്ടത് 1969. അപ്പോ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കയർ ബോർഡ് കൊച്ചിയാണ് ആസ്ഥാനം. 1984. കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ രൂപീകരിച്ചത് 1969. കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള കയർ ഗവേഷണ കേന്ദ്രം, കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. എന്നാൽ കയർഫെഡിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ് കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. കയർഫെഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിൽ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാമോ? കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്ന് പറയുന്നത് കയർ മേഖലയാണ്. കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സഹായക സ്ഥാപനമാണ് കയർ വികസന ഡയറക്ടറേറ്റ്. കയർ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനും വികസനത്തിനുമായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചതാണ് കയർ ബോർഡ്.
1954 ആസ്ഥാനം കൊച്ചി. ചെറുകിട കയർ നിർമ്മാതാക്കൾക്ക് നിർമ്മാണത്തിലും വിപണനത്തിലും സഹായം നൽകുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ. ആരംഭിച്ചത് 1969. കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. കയർബഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലും. കയർബഡിന്റെ ആസ്ഥാനം എവിടെയാ? ആലപ്പുഴ. ഓർമ്മിച്ചേക്കാം. കഴിഞ്ഞ സ്ലൈഡിൽ ഒരുമിച്ച് റിവിഷൻ ചെയ്യാം. കേരളത്തിലെ കാർഷിക മേഖലയുടെ പുനരുദ്ധാരണത്തിനായി നിലവിൽ വരുന്ന കൃഷിമന്ത്രി ചെയർമാനായിട്ടുള്ള സംരംഭമാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനി അഥവാ കാപ്കോ. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ എന്ന കേന്ദ്ര ആവിഷ്കൃത പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ സ്ഥാപിതമായത് 2005-ലാണ്. VFPCK എന്നാണ് 2001-ലുമാണ്. കന്നുകാലികളുടെ മരണമോ വൈകല്യമോ മൂലം കർഷകർക്കുണ്ടാകുന്ന നഷ്ടപരിഹാര ഇൻഷുറൻസ് ആണ് ഗോസമൃദ്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെ സംബന്ധിക്കുന്ന വിവരങ്ങൾ GIS അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുന്നതിന് മൃഗസംരക്ഷണ വകുപ്പ് വികസിപ്പിച്ച പദ്ധതിയാണ് ഭൂമിക എന്ന പേരിൽ അറിയപ്പെടുക. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ തൊഴിൽദാതാവ് കയർ മേഖലയാണ്. കയർ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു സഹായക സ്ഥാപനമാണ് കയർ വികസന ഡയറക്ടറേറ്റ്. കയർ വ്യവസായത്തിന്റെ പ്രോത്സാഹനത്തിനും വികസനത്തിനുമായി ഇന്ത്യ ഗവൺമെന്റ് സ്ഥാപിച്ചത് കയർ ബോർഡാണ്. കയർ ബോർഡ് രൂപീകരിച്ചത് 1954 ആസ്ഥാനം കൊച്ചി. ചെറുകിട കയർ നിർമ്മാതാക്കൾക്ക് നിർമ്മാണത്തിലും വിപണനത്തിലും സഹായം നൽകുന്നതിനായി കേരള സംസ്ഥാന കയർ കോർപ്പറേഷൻ രൂപീകരിക്കുന്നത് 1969. കേന്ദ്ര കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലെ കലവൂരാണ്. കയർബഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൊഴിൽദാതാവ് കൈത്തറി മേഖലയാണ്. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന് നമുക്ക് പറയാം. കോട്ടേജ് ഇൻഡസ്ട്രീസ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൊഴിൽദാതാവ് എന്ന് പറയുന്നത് കൈത്തറി മേഖലയാണ്. സഹകരണ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ രൂപീകരണവും നടത്തിപ്പും ആസൂത്രണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമുള്ള സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് 1992 സ്ഥാപിക്കപ്പെട്ടു. സഹകരണ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ രൂപീകരണവും നടത്തിപ്പും ആസൂത്രണം ചെയ്യുന്നതിനും മേൽനോട്ടം വഹിക്കുന്നതിനുമായി സ്ഥാപിക്കപ്പെട്ടത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് 1992. പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനം. പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻടെക്സ്. ഹാൻടെക്സ് ആരംഭിച്ചത് 1961. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരമാണ്. ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? തിരുവനന്തപുരമാണ് എന്ന് ദയവായി ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോ ഓർമ്മിക്കുക, ഹാൻടെക്സിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരമാണ്. ഇനി അടുത്ത് പറയുന്നു ഹാൻവീവ്. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിക്കപ്പെട്ടത് ഹാൻവീവ് ആണ്. ഹാൻവീവ് രൂപീകരിച്ചത് 1968. ആസ്ഥാനം കണ്ണൂർ. കേരളത്തിലെ പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് ഹാൻടെക്സ്. 1961 സ്ഥാപിതമായ ആസ്ഥാനം തിരുവനന്തപുരം. അസംഘടിത മേഖലയിലെ പരമ്പരാഗത നെയ്ത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിച്ചത് ഹാൻവീവ് ആണ്. ഹാൻവീവ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിലാണ്. 1968 സ്ഥാപിതമായി. സംസ്ഥാനത്തെ പരമ്പരാഗത മുളത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഉന്നമനത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ നിലവിൽ വന്നത് 1971. എന്നാൽ കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ രൂപീകരിച്ചത് 2003. രണ്ടും മാറിപ്പോവാൻ പാടില്ല. കേരള സംസ്ഥാനത്തെ പരമ്പരാഗത മുളത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഉന്നമനത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ രൂപീകരിച്ചത് 1971. എന്നാൽ കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ ആരംഭിച്ചത് 2003. കേരള സ്റ്റേറ്റ് ബാംബു മിഷൻ ആരംഭിച്ചത് 2003. മറക്കില്ലല്ലോ, ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നു, മറന്നു പോകല്ലേ. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. കേരളത്തിലെ പരമ്പരാഗത വ്യവസായങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തൊഴിൽദാതാവ് കൈത്തറി മേഖലയാണ്. സഹകരണ ടെക്സ്റ്റൈൽ യൂണിറ്റുകളുടെ രൂപീകരണവും നടത്തിപ്പും ആസൂത്രണം ചെയ്യുന്നതിനും
മേൽനോട്ടം വഹിക്കുന്നതിനുമായി സ്ഥാപിക്കപ്പെട്ടത് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ്. കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് ടെക്സ്റ്റൈൽ ഫെഡറേഷൻ ലിമിറ്റഡ് 1992. പ്രാഥമിക കൈത്തറി സഹകരണ സംഘങ്ങളുടെ പരമോന്നത സ്ഥാപനമാണ് തിരുവനന്തപുരം ആസ്ഥാനമായി 1961 രൂപീകരിച്ച ഹാൻടെക്സ്. അസംഘടിത മേഖലകളിലെ പരമ്പരാഗത എഴുത്തുകാരുടെ ക്ഷേമത്തിനും വികസനത്തിനുമായി രൂപീകരിക്കപ്പെട്ടതാണ് കണ്ണൂർ ആസ്ഥാനമാക്കിക്കൊണ്ട് 1968 ഹാൻഡ് വീവ്. സംസ്ഥാനത്തെ പരമ്പരാഗത മുളത്തൊഴിലാളികളുടെ ക്ഷേമത്തിനും വികസനത്തിനും ഉന്നമനത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനം കേരള സംസ്ഥാന ബാംബു കോർപ്പറേഷൻ 1971. എന്നാൽ കേരള സംസ്ഥാന ബാംബു മിഷൻ രൂപീകരിച്ചത് 2003. കേരള സംസ്ഥാന ബാംബു മിഷൻ രൂപീകരിച്ചതെന്നാണ് 2003. അടുത്ത് പറയുന്നു, പ്രാഥമിക കരകൗശല സംഘങ്ങളുടെ പരമോന്നത സംഘടനയാണ് സുരഭി എന്നറിയപ്പെടുക. സുരഭി എന്നറിയപ്പെടുമെങ്കിലും അതിന്റെ പൂർണ്ണമായ പേര് കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സംഘം എന്നാണ്. കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സംഘം അഥവാ സുരഭി എന്ന പേരിൽ അറിയപ്പെടുന്നു. കരകൗശല ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും കരകൗശല തൊഴിലാളികൾക്ക് ന്യായമായ വരുമാനം ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥാപനമാണ് കേരള ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ആ വാക്കിൽ തന്നെയുണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ്, കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി. ഓക്കെ, അപ്പോ പ്രാഥമിക കരകൗശല സംഘങ്ങളുടെ പരമോന്നത സംഘടനയാണ് സുരഭി എന്നറിയപ്പെടുക. അതിന്റെ പൂർണ്ണമായ പേര് കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സംഘം എന്നാണ്. കരകൗശല ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും കരകൗശല തൊഴിലാളികൾക്ക് ന്യായമായ വരുമാനം ഉറപ്പാക്കുന്നതിനു വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കരകൗശല തൊഴിലാളികളായ മരപ്പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, കൊല്ലപ്പണിക്കാർ, കുശവപ്പണിക്കാർ, ചെമ്പ്, വെങ്കലം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കാഡ്കോ. കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കാഡ്കോ. ആരൊക്കെ? കരകൗശല തൊഴിലാളികളായ മരപ്പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, കൊല്ലപ്പണിക്കാർ, കുശവപ്പണിക്കാർ, ചെമ്പ്, വെങ്കലം ഉപയോഗിച്ചുകൊണ്ടുള്ള ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ആർട്ടിസാൻ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അറിയപ്പെടുന്നത് കാഡ്കോ എന്നാണ്. 1956 കമ്പനീസ് ആക്ടിന് കീഴിൽ പൂർണ്ണമായും കേരള ഗവൺമെന്റ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത് 1981. കാഡ്കോ എന്ന കമ്പനി രൂപീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1981 എന്ന് ദയവായി ഓർമ്മിക്കാം. 1981 ഓർമ്മിക്കുക. ഓക്കെ അല്ലെ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? എന്തൊക്കെയാ നമ്മൾ പറയുക? പ്രാഥമിക കരകൗശല സംഘങ്ങളുടെ പരമോന്നത സംഘടനയാണ് സുരഭി എന്നറിയപ്പെടുന്നത്. കേരള സംസ്ഥാന കരകൗശല അപ്പെക്സ് സംഘം. കരകൗശല ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും കരകൗശല തൊഴിലാളികൾക്ക് ന്യായമായ വരുമാനം ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥാപനമാണ് കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കേരള ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. കരകൗശല തൊഴിലാളികളായ മരപ്പണിക്കാർ, സ്വർണ്ണപ്പണിക്കാർ, കൊല്ലപ്പണിക്കാർ, കുശവപ്പണിക്കാർ, ചെമ്പ്, വെങ്കലം ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ തുടങ്ങിയവരുടെ ഉന്നമനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ കാഡ്കോ. 1956 കമ്പനീസ് ആക്ടിന് കീഴിൽ പൂർണ്ണമായും കേരള ഗവൺമെന്റ് കമ്പനിയായി കാഡ്കോ നിലവിൽ വന്നത് അഥവാ കേരള ആർട്ടിസാൻസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിലവിൽ വന്നത് 1981. 1981. ഓക്കെ അല്ലേ? അടുത്ത് പറയട്ടെ. യെസ്. കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയത് 1965 മുതലാണ്. കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കിയത് 1965 മുതലാണ്. കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സപ്ലൈകോ ആണ്. സപ്ലൈകോ രൂപീകരിച്ചത് 1974. സപ്ലൈകോയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്തും. സപ്ലൈകോ രൂപീകരിച്ചത് 1974. ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നവിടെയാണ് എറണാകുളത്താണ്. സപ്ലൈകോ എന്ന പേരിൽ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകളും മാവേലി സ്റ്റോറുകൾ എന്ന പേരിൽ ജനറൽ സ്റ്റോറുകളും ആര് നടത്തുന്നുണ്ട്?
സപ്ലൈകോ നടത്തുന്നുണ്ട്. സപ്ലൈകോ എന്ന പേരിൽ റീറ്റെയിൽ സൂപ്പർ മാർക്കറ്റുകളും മാവേലി സ്റ്റോർ എന്ന പേരിൽ ജനറൽ സ്റ്റോറുകളും ആര് നടത്തുന്നുണ്ട്? സപ്ലൈകോ നടത്തുന്നുണ്ട്. സപ്ലൈകോ രൂപീകരിച്ചെന്ന 1974, ആസ്ഥാനം എവിടെയാ? എറണാകുളം. എന്നാൽ കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പാക്കി തുടങ്ങിയത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ ഏത് വർഷം? 1965. ക്ലിയർ. അവശ്യ വസ്തുക്കൾ ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ചത് 1965. അവശ്യ വസ്തുക്കൾ ന്യായവിലയ്ക്ക് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് കേരള സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ്. കൺസ്യൂമർ ഫെഡറേഷൻ ലിമിറ്റഡ് അഥവാ കൺസ്യൂമർ ഫെഡ്. കൺസ്യൂമർ ഫെഡ് രൂപീകരിച്ചത് ഏത് വർഷമാണ്? 1965. റിവിഷൻ ചെയ്ത് ഉറപ്പിച്ചാലോ? യെസ്. കേരളത്തിലെ തീരദേശ മേഖലയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിനായുള്ള സംസ്ഥാന സർക്കാർ സ്ഥാപനമാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ. കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം നടപ്പിലാക്കി തുടങ്ങിയത് 1965 കേരളത്തിൽ പൊതുവിതരണ സമ്പ്രദായം വഴി റേഷൻ സാധനങ്ങൾ വിതരണം ചെയ്യുന്നത് സപ്ലൈകോ ആണ്. 1974.